ഹായ് ഗായ്സ്, നമുക്ക് ഇന്നൊരു കീ ചെയിൻ ഉണ്ടാക്കിയാലോ? ഞാനിന്ന് പിൻട്രസ്റ്റിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പം അതിൻ്റെ അകത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് ഒരു കീ ചെയിൻ ഉണ്ടാക്കിയ ഫോട്ടോ കണ്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടേ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തെടുത്താലോ? അപ്പോൾ താണ്ടേ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒറ്റ ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വാഷി ടേപ്പ് ചുറ്റി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പിക്ചറുള്ളത് എടുക്കാം. ഞാൻ ഈ ബട്ടർഫ്ലൈ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണേ. ഇതാണ്ടേ ഞാനിത് ഫുള്ള് ചുറ്റി എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് നല്ലൊരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്ന ഈ ഹാറ്റിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ പ്രാവശ്യം താണ്ടേ ഈ വലിയ ബ്ലൂ കളറാണ് ഞാൻ ഇതിൻ്റെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ചരിച്ചോ അല്ലാതെ ഒട്ടിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. ഞാനിപ്പം ഇവിടെ ഹോൾ ഉണ്ടാക്കാനായിട്ട് പഞ്ചർ എടുത്തിട്ടുണ്ട്. ഇതാണ്ടേ ഞാനിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആവശ്യമുള്ള ഒരു കീ ചെയിൻ റിങ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഈ കീ ചെയിൻ്റെ റിങ്ങിനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ബുക്ക് ബൈൻഡിങ്ങിനും അല്ലാതെ കീ ചെയിൻ റിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് വേണേൽ നമുക്കിത് മാറ്റിയിട്ട് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി സാധനമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു.